100 വർഷം നീണ്ടുനിന്ന കടുത്ത വരൾച്ച, വിശപ്പും ദാഹവും കൊണ്ട് മനുഷ്യരും മൃഗങ്ങളും നരകയാതന അനുഭവിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ 9 പകലും 9 രാവും തുടർച്ചയായി കണ്ണീരൊഴുക്കിയ ആ അമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ദേവി ദുർഗയുടെ ഈ രൂപത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. ശിവപുരാണത്തിലെ 50-ാം അധ്യായത്തിലാണ് ഈ അത്ഭുത കഥ വിവരിക്കുന്നത്. ദുർഗമാസുരൻ എന്ന ശക്തനായ അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പായ 4 വേദങ്ങളും സ്വന്തമാക്കി. വേദങ്ങളുടെ ജ്ഞാനം ലോകത്തിന് നഷ്ടമായതോടെ ഭൂമിയിൽ പൂജകളും മന്ത്രോച്ചാരണങ്ങളും നിലച്ചു. അതോടെ പ്രകൃതി കോപിച്ചു. തുടർച്ചയായ 100 വർഷങ്ങൾ ഭൂമിയിലേക്ക് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. കുടിവെള്ളമില്ലാതെ നദികളും കിണറുകളും വറ്റി. ഒടുവിൽ സഹിക്കാനാവാതെ ദേവന്മാർ മഹാമായയെ പ്രാർത്ഥിച്ചു. അവരുടെ വിളി കേട്ട് പ്രപഞ്ചനാഥ അവതരിച്ചു. 4 കൈകളിൽ വില്ലും അമ്പും താമരയും പഴങ്ങളുമേന്തിയ ആ രൂപത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അമ്മയുടെ ശരീരത്തിൽ അസംഖ്യം കണ്ണുകളുണ്ടായിരുന്നു. ഭൂമിയിലെ ജനങ്ങളുടെ പട്ടിണിയും ദാഹവും കണ്ട അമ്മയുടെ മനസ്സലിഞ്ഞു. 9 പകലും 9 രാവും അമ്മ പ്രപഞ്ചത്തിനു വേണ്ടി കണ്ണീരൊഴുകി. ആ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ ജലമാണ് വറ്റിവരണ്ട നദികളെ വീണ്ടും ജീവിപ്പിച്ചത്. പ്രകൃതി വീണ്ടും പച്ചപ്പണിയുന്നു. പക്ഷേ വേദങ്ങൾ അപ്പോഴും അസുരന്റെ കൈകളിലായിരുന്നു. തുടർന്ന് പ്രപഞ്ചം കണ്ട ഏറ്റവും ഭയങ്കരമായ യുദ്ധം നടന്നു. ദശമഹാവിദ്യമാരെ സാക്ഷി നിർത്തി ദേവി ദുർഗമാസുരന്റെ നെഞ്ചു പിളർന്നു. അസുരനെ വധിച്ച് വേദങ്ങൾ തിരികെ നൽകിയപ്പോൾ ദേവന്മാർ അമ്മയെ 3 നാമങ്ങൾ വിളിച്ച് സ്തുതിച്ചു. അനന്തമായ കണ്ണുകളുള്ളതിനാൽ ശതാക്ഷി എന്നും, ലോകത്തിന് ഭക്ഷണവും സസ്യങ്ങളും നൽകിയതിനാൽ ശാകംഭരി എന്നും, ദുർഗമാസുരനെ വധിച്ചതിനാൽ ദുർഗ എന്നും. അമ്മയുടെ ഈ അത്ഭുത രൂപത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള പുരാണ കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.